ഹായ് ഓൾ വെൽക്കം ടു എക്സ് ആൻഡ് വൈ USS ചാനൽ. സോ ക്ലാസ് 7ൻ്റെ എക്സാം ഒക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങളാണ് നമ്മൾ മുന്നേ ഉള്ളത്. സോ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സയൻസിൽ ഫോളോ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ മാത്സ് ഫോളോ ചെയ്യേണ്ടത്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ അതുപോലെ തന്നെ സോഷ്യൽ എങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, അതൊക്കെ നിങ്ങൾക്ക് ചാനലിൽ കാണാൻ പറ്റും. ആ വീഡിയോസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പോയി കാണാം. അതുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കുറേ വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കയറി കാണാൻ പറ്റും. സോ ആ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 5 മിസ്റ്റേക്സ്, അതായത് നിങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള 5 മിസ്റ്റേക്സ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഓൾറെഡി തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും. സോ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാൻ, നമുക്ക് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, ഏതൊക്കെയാണ് സയൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, അതുപോലെ തന്നെ സയൻസിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമുക്ക് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് കൊടുക്കേണ്ടത്, അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വരാൻ പോകുന്ന, അതായത് നമുക്ക് മിസ്റ്റേക്സ് വരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് അല്ലേ, വെൻ ലൈറ്റ് റിഫ്ലെക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. സോ ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽസ്, കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കണം. അതായത് നമ്മൾ ഒരു ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും അതുപോലെ തന്നെ ഇൻസിഡൻറ്റ് ആംഗിളും റിഫ്ലക്റ്റഡ് ആംഗിളും നോർമലും അതുപോലെ തന്നെ നമ്മൾ മിററൊക്കെ വരയ്ക്കുന്ന സമയത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ആരോ ഉണ്ടാവണം. അതുപോലെ തന്നെ ആംഗിൾ മാർക്ക് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഏതൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഡയഗ്രമൊക്കെ വരയ്ക്കാനില്ല, ക്വസ്റ്റ്യൻ വന്നിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കണം. അപ്പോൾ അതിനൊക്കെ എന്തുണ്ട്, നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ വരച്ചാൽ മാത്രം പോരാ, ഇതെന്താണെന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം അല്ലേ. നമ്മൾ ടീച്ചറിന് മനസ്സിലാക്കി കൊടുക്കണം. നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ നമ്മൾ ആൻസർ ചെക്ക് ചെയ്യുന്നത് നമ്മൾ ടീച്ചേഴ്സാണ്. അപ്പോൾ ടീച്ചേഴ്സിന് മനസ്സിലാവുന്ന രീതിയിൽ എന്ത് ചെയ്യണം, നമ്മൾ വരയ്ക്കണം. അതേപോലെ തന്നെ നോട്ട് ഡൗൺ ചെയ്യണം. അതുപോലെ തന്നെ ഇൻസിഡൻറ്റ് റേയിൽ ഇങ്ങോട്ട് ആരോ ഇടണം. മിററിലേക്ക് വരുന്ന ലൈറ്റാണ് അല്ലേ, അതുപോലെ തന്നെ മിററിൽ നിന്ന് പോകുന്ന ലൈറ്റാണ് റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പ്രതിപതന കോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രതിപതന രശ്മി എന്ന് പറയുന്നത് അല്ലേ. സോ ആ ഒരു കാര്യം എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കണം. സോ ഈ ഒരു കാര്യങ്ങൾ ആരോ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കണം. അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ. സോ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സർക്യൂട്ടുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് സിമ്പിൾസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അതായത് നമ്മൾ ബസറിൻ്റെ സിമ്പിൾ പഠിച്ചിട്ടുണ്ടാവും, LED സിമ്പിൾ പഠിച്ചിട്ടുണ്ടാവും, അതുപോലെ തന്നെ ബാറ്ററിയുടെ സിമ്പിൾ പഠിച്ചിട്ടുണ്ടാവും, മോട്ടറിൻ്റെ സിമ്പിൾ പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് സിമ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ സിമ്പിൾസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിനൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ ടേബിൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. സോ ഇതാണ് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിൽ ഡയഗ്രാംസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ, ദാറ്റ് ഈസ് ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതായത് നമ്മൾ ലെയറിങ് പഠിക്കുന്നുണ്ട്, ഗ്രാഫ്റ്റിംഗ് പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബഡ്ഡിങ്, അതുപോലെ തന്നെ നമ്മൾ ടീ ബഡ്ഡിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ടീ ബഡ്ഡിങ് നിങ്ങൾ ആ ഒരു ടേം കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അഗ്രികൾച്ചർ സെക്ടറുകൾ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ വെറൈറ്റീസിൻ്റെ പേരുകൾ പഠിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ എന്താണ്, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഇത് ഒന്ന് എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അപ്പോൾ ഈ ഒരു കാര്യം എന്ത് ചെയ്യണം, നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഉണ്ടാവുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഹൈബ്രിഡ് വെറൈറ്റീൻ്റെ പേരുകളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പലർക്കും എന്ത് ചെയ്യും, തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഓൾറെഡി USSന് വേണ്ടി പഠിച്ചിട്ടുണ്ടാവും, കുറേ പേര് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ലെയറിങ്, അതുപോലെ തന്നെ ഗ്രാഫ്റ്റിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, എന്തൊക്കെയാണ് അതിൻ്റെ ഡിഫറൻസ്, അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ആ എക്സാമ്പിൾ എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ആസിഡ് ആൻഡ് ബേസിസ് എന്ന് പറയുന്ന ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുന്നത് ടർമറിക്, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും, പതിമുഖം പഠിച്ചിട്ടുണ്ടാവും. അതൊക്കെ ഏത് കളറിലാണ് മാറുന്നത്, അതുപോലെ തന്നെ ലിറ്റ്മസ് ഏത് കളറിലാണ്, ആസിഡിൽ ഏത് കളറാണ്, ബേസിൽ ഏത് കളറാണ് ഉണ്ടാക്കുന്നത്, ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ റെഡ് ലിറ്റ്മസ് പഠിച്ചിട്ടുണ്ടാവും, ബ്ലൂ ലിറ്റ്മസ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് എന്ത് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്നത് ആസിഡാണ്, റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുന്നത് ആരാണ്,
ബേസ് ആണെന്ന് എന്ത് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ക്ഷാരമാണെന്ന് എന്ത് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ആൽക്കിലി ആണെന്ന് എന്ത് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കുക. സോ ആ ഒരു കാര്യം എന്ത് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കണം. അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. സോ ഇതിൽ നിന്ന് എന്ത് ചെയ്യരുത്, നിങ്ങൾ മിസ്റ്റേക്സ് വരുത്തരുത്. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്ക് നോക്കാം. അടുത്തൊരു ടോപ്പിക്ക് നമുക്ക് വരുന്നത് ഏതാണെന്ന് നോക്കാം. സ്റ്റോറി ടെല്ലിംഗ് വേഴ്സസ് സയൻറ്റിഫിക് കീവേഡ്സ്. അതായത് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു സ്റ്റോറി പോലെ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് നമ്മൾ നോസ്ട്രിൽസ് ശ്വാസം വലിക്കുന്നു, ശ്വാസം എടുക്കുന്നു, എന്നിട്ട് നമ്മൾ നൈസിൽ ക്യാവിറ്റി വഴി ട്രക്കിയയിലെത്തുന്നു, ട്രക്കിയയിൽ നിന്ന് നമ്മൾ അല്ലെങ്കിൽ ബ്രോങ്കസിലേക്ക് എത്തുന്നു. ഈ രീതിയിൽ നമ്മളൊരു സ്റ്റോറി പോലെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ നമുക്കൊരു ഡയഗ്രാം വരുന്ന സമയത്ത് ഇതെന്താണ്, ഇതെവിടെയാണ് വരുന്നത്, അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് കറക്റ്റായിട്ട് നോട്ട് ഡൗൺ ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ നമുക്കൊരു ഡയഗ്രാം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ മാർക്ക് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യണം പറ്റണം. അപ്പോൾ ഒരു ഡയഗ്രാം ചോദിക്കും, ഒരു ഡയഗ്രാം തന്നിട്ട് ചോദിക്കുകയാണ് ഇപ്പം നിങ്ങളോട് ഈ ഒരു നോസ്ട്രിൽസ് എവിടെയാണ് അല്ലെങ്കിൽ നാസാരന്ധ്രം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നിങ്ങൾക്ക് അവിടെ മാർക്ക് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ഡയഫ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ അവിടെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഡയഗ്രാംസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഹ്യൂമൻ ബോഡീൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള ചാപ്റ്റർ ഉണ്ട് അല്ലേ, സെക്കൻഡ് പാർട്ടായിട്ടുള്ള ചാപ്റ്റർ ഏതാണ്, ഹ്യൂമൻ ബോഡി സർക്കുലേഷൻ, എക്സ്ക്രീഷൻ ആൻഡ് നെർവസ് കോർഡിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിൽ നമ്മൾ സെക്കൻഡ് പാർട്ടിൽ ബുക്കിൽ വരുന്ന ഒരു ചാപ്റ്ററാണ് അല്ലേ. ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക ഡിഫറെൻ്റ് ആയിട്ടുള്ള സർക്കുലേഷൻ ടെക്നിക്സ് പഠിച്ചിട്ടുണ്ടാവും, ബ്ലഡിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും, അതുപോലെ തന്നെ നമ്മൾ എക്സ്ക്രീഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും, അതുപോലെ തന്നെ നമ്മൾ നെർവസ് കോർഡിനേഷൻ, അതുപോലെ തന്നെ ബ്രെയിനിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, നമ്മളെ മസ്തിഷ്കത്തിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ അതിൻ്റെയൊക്കെ പാർട്ടുകൾ എന്താണെന്നുള്ളത് എന്ത് ചെയ്യുക മനസ്സിലാക്കുക, സെറിബ്രം എന്താണ്, സെറിബെല്ലം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക മനസ്സിലാക്കുക. അതിൻ്റെ ഓരോ പാർട്സുകൾ നമ്മൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നോക്കുക. സോ നമ്മൾ ലങ്സിലേക്ക് എന്താണ്, ലങ്സിലേക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ ശ്വാസകോശത്തിലേക്ക് എങ്ങനെയാണ് എയർ എത്തുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ടുള്ള അതായത് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, അതുപോലെ തന്നെ ആ ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗം ഏതാണെന്ന് എന്ത് ചെയ്യാൻ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഡയഗ്രാംസുമായിട്ട് എന്ത് ചെയ്യണം, നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കണം. സോ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള കൃത്യമായുള്ള ഡയഗ്രാംസ് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യരുത്, മിസ്റ്റേക്സ് വരുത്തരുത്. നമുക്ക് അടുത്ത ടോപ്പിക് എന്താണെന്ന് നോക്കാം. അടുത്തൊരു ടോപ്പിക് വരുന്നത് 2 ചാപ്റ്റേഴ്സ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് നമ്മൾ ചാപ്റ്റർ നമ്പർ 6 വരുന്നത്. നമ്മൾ പാർട്ട് 2 ബുക്കിൽ വരുന്ന ചാപ്റ്റർ നമ്പർ 6 ആണ്. സോ ആ ഒരു ചാപ്റ്റർ നമ്പർ 6 ഹീറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. സോ ഹീറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ എന്താണ്, നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത് നമ്മുടെ കൺവെക്ഷൻ, കണ്ടക്ഷൻ ആൻഡ് റേഡിയേഷൻ എന്ന് പറയുന്ന ടോപ്പിക്സ് ആണ്. അതേപോലെ തന്നെ നമ്മൾ കരക്കാറ്റ്, കടൽക്കാറ്റ്, അല്ലെങ്കിൽ ലാൻഡ് ബ്രീസ് ആൻഡ് സീ ബ്രീസ്, അതുപോലെ തന്നെ തെർമൽ എക്സ്പാൻഷൻ, ഹോട്ട് ബോക്സ്, ഐസ് ബോക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ വരാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ഒരു സീ ബ്രീസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ലാൻഡ് ബ്രീസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അവിടെ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാവുന്നത്, അതുപോലെ കോൾഡ് എയർ എവിടെ നിന്നാണ് വരുന്നത്, ഈ ഒരു ഡിഫറൻസ് എന്ത് ചെയ്യണം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് കടൽക്കാറ്റും കരക്കാറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനലിൽ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ആ ഒരു ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കണം. സോ ആ ഒരു കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത്. ആൻഡ് നമ്മൾ ഫൈനലായിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഹേർട്ട് നോട്ട് എൻവയോൺമെൻറ്റ്, അതായത് നമ്മൾ പ്രകൃതിയെ നോവിക്കാതെ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് യൂട്രോഫിക്കേഷൻ, അതുപോലെ തന്നെ വാട്ടർ പൊല്യൂഷൻ, അതുപോലെ തന്നെ നമ്മൾ ഹരിത കർമ്മസേനയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന 3R അല്ലേ, നമ്മൾ വേസ്റ്റ് റെഡ്യൂസ്, റീസൈക്കിൾ ആൻഡ് റീയൂസ് എന്ന് പറയുന്ന ടെക്നിക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയ കാര്യങ്ങളുണ്ട് അല്ലേ. അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക. അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യും, മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ യൂട്രോഫിക്കേഷൻ എന്താണ് അല്ലേ, യൂട്രോഫിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്, ഏതൊക്കെ ഓർഗാനിസങ്ങളാണ് അവിടെ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരിക, ആ ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇത് നമ്മൾ ജനറൽ ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, ആൻസറൊക്കെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു ടോപ്പിക് എന്ത് ചെയ്യുക നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആൻഡ് ദ ഫൈനൽ ചാപ്റ്റർ ദാറ്റ് ഈസ് ഫുഡ് സേഫ്റ്റി അല്ലേ. ഫുഡ് സേഫ്റ്റിയിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കണം, നിങ്ങൾക്ക് മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉള്ളത് എന്താണ്,
നിങ്ങൾ ഫുഡ് അഡൾട്രേഷൻ അല്ലെങ്കിൽ ഫുഡിൽ ഉൾപ്പെടുന്ന മായങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അപ്പം ആ ഒരു കാര്യം എന്ത് ചെയ്യുക, ആ ഒരു ബോക്സ് കൃത്യമായിട്ട് പഠിക്കുക, ഏതൊക്കെ മായങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അതായത് കുരുമുളകിലാണെങ്കിൽ ബ്ലാക്ക് പെപ്പർ ആണെങ്കിൽ നമ്മൾ ഡ്രൈഡ് പപ്പായ സീഡാണ് അഡൾട്രൻ്റ് ആയിട്ട് അവിടെ യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. അതുപോലെ തന്നെ ഏതൊക്കെ തരം ഡൈകളാണ്, അതായത് റൊഡോമിൻ ബി നമ്മൾ ശർക്കരയിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ജാഗരയിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ആ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ വാട്ടറും സ്റ്റാർച്ചും അല്ലെങ്കിൽ അന്നജവും അല്ലെങ്കിൽ വെള്ളവുമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പാലിലേക്ക് അഡൾട്രൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, അതിന് മായമായിട്ട് ചേർക്കുന്നത് അല്ലേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മൾ ചില്ലി പൗഡറിൽ നമ്മൾ ബ്രിക്ക് പൗഡർ ചേർക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു 2 ചാപ്റ്റേഴ്സ് നമ്മൾ ഈ ലാസ്റ്റ് പറഞ്ഞ ഈ ഒരു ചാപ്റ്ററും ഈ ഒരു ചാപ്റ്ററും നിങ്ങൾ USSന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, പഠിച്ചിട്ടുണ്ടാവില്ല. കാരണം USSന് ഈ ഒരു ടോപ്പിക്സ് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഈ ലാസ്റ്റ് ചാപ്റ്റേഴ്സിൽ നിന്നായിരിക്കും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരിക. കാരണം നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ ക്രിസ്മസ് എക്സാം വരെ എന്ത് ചെയ്തിട്ടുണ്ടാവും, കുറേ ചാപ്റ്റേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാവും. ഈ ഒരു ചാപ്റ്റേഴ്സ് ഒന്നും നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഇല്ല, കാരണം നമ്മൾ ആ ഒരു ടൈമിൽ എത്തിയിട്ടുണ്ടാവില്ല. അപ്പം എന്തായാലും കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റേഴ്സൊക്കെ ലാസ്റ്റിലേക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ലാസ്റ്റിൽ പഠിച്ചിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും കൂടുതലായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ടാവുക. കാരണം നമുക്ക് അതായിരിക്കും കൂടുതലായിട്ട് ഓർമ്മയുണ്ടാവുക. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചെന്ന് എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്സ് ഏതൊക്കെ രീതിയിലാണ് പഠിക്കേണ്ടത് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സയൻസിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പോയി കാണാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ചാപ്റ്റേഴ്സൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഡയഗ്രാംസ് എന്തൊക്കെയാണ്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അടയാളപ്പെടുത്തി വേണ്ടി വരിക. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എന്ത് ചെയ്യുക, ചെയ്തു നോക്കുക. അതിലൊക്കെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അതിന് മുന്നത്തെ വർഷം ഏത് ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത്. ചാപ്റ്റേഴ്സ് ഒന്നും വല്ലാതെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. അത് ചാപ്റ്റേഴ്സിൻ്റെ നെയിംസിലാണ് ചേഞ്ചസ് വന്നിട്ടുള്ളത്, അല്ലാതെ കണ്ടൻസിലൊന്നും വല്ലാതെ ചേഞ്ചസ് വന്നിട്ടില്ല. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് മുൻ വർഷങ്ങളിൽ നടന്നിട്ടുള്ള എക്സാംസിൻ്റെ പേപ്പറുകൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടും. ആ ഐഡിയ വെച്ചിട്ട് നമുക്ക് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് ഈ ഒരു എക്സാംസിലൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇനി അടുത്ത വർഷം നമ്മൾ പോകാൻ പോകുന്നത് 8th ക്ലാസ്സിലേക്കാണ്. സോ 8th ക്ലാസ്സിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് NMMS പോലെയുള്ള ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സാംസുകൾ നമ്മൾ മുന്നിലുണ്ട്. സോ ആ ഒരു എക്സാംസിലേക്കൊക്കെ നമുക്ക് ഈ ഒരു ബേസ് ആവശ്യമാണ്. അപ്പം ആ ഒരു ബേസ് നമ്മൾ കൃത്യമാക്കിയിട്ട് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ പോകണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. നമ്മൾ USSുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ 7ാം ക്ലാസ്സിലെ എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കണ്ടൻസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് നോക്കുക, ആ ഒരു വീഡിയോസൊക്കെ കാണുക. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ, അതായത് നമ്മുടെ 7th കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ലിങ്ക് കാണാൻ പറ്റും കമ്മ്യൂണിറ്റിയിൽ. അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് പിൻഡ് ആയിട്ടുള്ള മെസ്സേജ് ആയിട്ട് അല്ലെങ്കിൽ പിൻഡ് ആയിട്ടുള്ള കമൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ലിങ്ക്. സോ ആ ലിങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ചാപ്റ്ററൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അടുത്തൊരു ഇൻഫർമേഷനൊക്കെ ആയിട്ട് കാണാം. അതുപോലെ തന്നെ എല്ലാവർക്കും നമ്മളെ എക്സാമിന് വേണ്ടി ഓൾ ദി ബെസ്റ്റ് പറയാണ്. നല്ല രീതിയിൽ എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇനി 8th ക്ലാസ്സിലേക്കാണ് പോകുന്നത്. 8th ക്ലാസ്സിൽ നമുക്ക് ഒരുപാട് എക്സാംസ് വരാനുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന, അതായത് നിങ്ങൾക്ക് 8th ക്ലാസ്സിൽ എഴുതാൻ പറ്റുന്ന ഒരുപാട് എക്സാംസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് XNY ലേണിംഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. സോ ആ ഒരു ചാനലിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ താങ്ക് യു.